ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഖത്തറിലേക്ക് പോവാണ്. ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം ഞാനൊരു 4 o'clock ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റു, ഫ്രഷായി. ഇനി ഫുഡ് കഴിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പം 5 o'clock ഒക്കെ ആകുമ്പം നമ്മൾ ഇറങ്ങണം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഫിക്സ് ചെയ്തു. പിന്നെ ഭയങ്കര മഴ തുടങ്ങി. അതുകൊണ്ട് പിന്നെ നമ്മൾ ലേറ്റായി ഇറങ്ങാൻ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രോളി ഒരു പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് പോകാൻ പറ്റിയില്ല മഴയത്ത്. പിന്നെ സംഗീതൻ്റെ ഫ്രണ്ടായിരുന്നു വന്നിട്ടുണ്ടായി പിക്ക് ചെയ്യാൻ. അങ്ങനെ ഞങ്ങളൊരു 5:30 ഒക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴേക്കും എയർപോർട്ടിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. പാർക്ക് ചെയ്യാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടി. പിന്നെ ഞാൻ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒക്കെ സെറ്റായി. അങ്ങനെ ഞാൻ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ വേറൊരാൾ, ഒരു കൊണ്ടോട്ടി എന്നുള്ളൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ഖത്തറിലേക്ക് തന്നെ. അപ്പം ആളും ഫസ്റ്റ് ഫ്ലൈ ആയതുകൊണ്ട് എനിക്ക് കമ്പനിക്ക് ഒരാളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് വിൻഡോ സൈഡിൽ തന്നെയാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ. പിന്നെ ടേക്ക് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എന്താ പറയുക, കാണാനുള്ളൊരു ആകാംക്ഷയിലിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. അവിടെ നിന്ന് ഭയങ്കര ലേറ്റായിട്ടുണ്ടായിരുന്നു, കാരണം ഭയങ്കര മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായി. ഞങ്ങൾ കയറി ഇരുന്നിട്ടും കുറേ ലേറ്റായിട്ടാണ് ടേക്ക് ഓഫ് ചെയ്തത്. പിന്നെ ഒന്നും കാണുന്നില്ലായിരുന്നു കുറച്ച് നേരത്തേക്ക്. ഫുള്ളൊരു മൂടലായിരുന്നു. പിന്നെയാണ് നമുക്ക് ആ ബ്ലൂ സ്കൈ ഒക്കെ നല്ലോണം കാണാൻ തന്നെ പറ്റിയത്. പിന്നെ അധികം ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 4 o'clock ഒക്കെ ആകുമ്പം ഖത്തറിൽ റീച്ച് ചെയ്തു. ആളിനെ റിസീവ് ചെയ്യാൻ വേണ്ടി സർപ്രൈസായിട്ട് വന്നതാണ് കേട്ടോ അത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഞെട്ടി, കാരണം എന്നോട് വരില്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 5 monthsന് ശേഷമാണ് കാണുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ കൂടെ പ്ലെയിനിലുണ്ടായ ആൾ. ആളുടെ പേര് ലിബ്രാസ് എന്നാണ്. ആളെ നമ്പറോ ഇൻസ്റ്റ ഐ ഡി ഒന്നും ഞാൻ ചോദിക്കാനും വിട്ടുപോയി. ആളുള്ളതുകൊണ്ടൊരു ധൈര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.